എളുപ്പത്തിൽ ഇത് ചെയ്യാൻ പറ്റുന്നതും എളുപ്പത്തിൽ തലയിൽ നല്ല കറുത്ത കളറാകുന്നതുമായ നല്ലൊരു ഡൈ ആണ് ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത്. എളുപ്പത്തിനുണ്ടാക്കാം. നല്ല പേസ്റ്റ് രൂപത്തിൽ കൈ കൊണ്ട് തേച്ചാൽ പോലും കൈ വരെ കറുത്ത് വരും. അതുപോലത്തെ നല്ല ഡൈ ആണ്. 1 മാസത്തേക്ക് പിന്നെ ഡൈ പോലും ചെയ്യണ്ട. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. എൻ്റെ തലമുടിയിൽ ഡൈ ചെയ്തിട്ട് ഉണ്ടല്ലോ, കളർ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ചെയ്യണ കാണിച്ചില്ല കേട്ടോ. ഇതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. 2 കൂട്ടം 3 കൂട്ടം പൊടി മാത്രമേ ഉള്ളൂ. എന്തൊക്കെ പൊടിയാണെന്ന് നോക്കാം. ഇത് തേച്ച് 1 മാസത്തേക്ക് ഡൈ ചെയ്യേണ്ട ആവശ്യം വരില്ല കേട്ടോ. നല്ലപോലെ കറുത്ത് നല്ല കട്ട കറുപ്പായിട്ട് വരും. മുടിക്ക് നല്ല ഗ്രോത്തും കിട്ടുകയും ചെയ്യും, മുടിയും വളരുകയും ചെയ്യും. ഡൈ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകാനും മുടി നല്ല കട്ടി വയ്ക്കാനും ഗ്ലേസിങ്ങും ഉണ്ടാവും മുടിക്ക്. അതിനാണ് നമ്മൾ ചായവെള്ളത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. പച്ചവെള്ളത്തിലും ഉണ്ടാക്കാം. ചായവെള്ളത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ മുടിക്ക് നല്ല ഗ്ലേസിങ്ങും കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. ആദ്യമേ കുറച്ച് ചായവെള്ളം ഉണ്ടാക്കിയേക്കണം. ചായവെള്ളം വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പച്ചവെള്ളമാണെങ്കിലും മതി. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 3 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇത് തിളച്ച് ഇതിൻ്റെ പകുതിയായിട്ട് വരണം, എന്നാലേ അതിന് നല്ല കളറ് കിട്ടുള്ളൂ. അങ്ങനെ വേണമെന്നൊന്നുമില്ല. എന്നാലും നമുക്ക് ഇതിൻ്റെ സത്ത് മുഴുവൻ, ചായപ്പൊടിയിലെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണെങ്കിൽ അത് മുടി കഴുകാനും നല്ലതാണ്. ബാക്കിയുള്ളത് മുടി വെറുതെ കഴുകി കളയുകയാണെങ്കിൽ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. ഈ ഹെയർ ഡൈ തേച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ മുടിയും കറുത്ത് വരും. ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് നമ്മുടെ മുടിക്ക് നല്ല കരുത്തും കിട്ടും. തിളച്ച് ഇച്ചിരി കുറുകട്ടെ കേട്ടോ. ആദ്യം ചിരട്ട കത്തിച്ചെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ചിരട്ട മാത്രം കത്തിച്ച് വെച്ചാൽ മതി. ഒരു ചിരട്ടയിൽ തീ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ചിരട്ട പെറുക്കി വെച്ചാൽ നമുക്ക് കത്തിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ. തീ കത്തി ശരിക്കും ചാരം ആവണതിന് മുമ്പ് തീ അതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് കിടത്തിയെടുക്കണം. എന്നാലാണ് നല്ല കരി കിട്ടുള്ളൂ. അതിൻ്റെ ചുറ്റും എങ്ങനെയാണ് ഈ സ്വർണ്ണപ്പണിക്കാർ ഇങ്ങനെ ചിരട്ട കത്തിച്ച് കിടക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അച്ഛന് സ്വർണ്ണപ്പണിയായിരുന്നു, അതുകൊണ്ടാണ് പറയണേ. ഒരു ചിരട്ട അടുക്ക് വെച്ചിട്ട് അതിനകത്ത് ഇച്ചിരി കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചാൽ മതി. കർപ്പൂരം ഇട്ടിട്ട് കത്തിച്ചിട്ട് ചുറ്റും ചിരട്ട പെറുക്കി വെച്ച് ഒരു 10-25 ചിരട്ട അങ്ങനെ വെച്ച് കത്തിച്ചെടുക്കാം. എന്നിട്ട് അത് തീ കടത്തിയെടുക്കണം. അങ്ങനെ കത്തിച്ച് നമ്മൾ ചിരട്ടക്കരി ഉണ്ടാക്കി വെച്ചേക്കുവാണെങ്കിൽ എളുപ്പത്തിന് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്നും ചിരട്ടക്കരി കത്തിക്കേണ്ട ആവശ്യമല്ല. ഇത് കത്തിച്ച് പൊടിച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിൻ്റെ പൊടിയില്ലേ, നൈസായിട്ടുള്ള പൊടി മാത്രം മതി നമുക്ക്. കത്തി ഏകദേശം തീരാറായിട്ടുണ്ട്. ഞാനത് കിടത്തിയിട്ട് കരിയാകുമ്പോൾ കാണിച്ചു തരാവേ. വെള്ളം ഒഴിച്ച് കിടത്തുക, നല്ല കരി കിട്ടുക നേരം. എന്നിട്ട് ചൂടാറിയിട്ടായിട്ട് എടുത്തുകൊണ്ട് പോവുള്ളൂ. ഞാൻ ചിരട്ട കത്തിച്ചുകൊണ്ട് വന്നത് എടുത്ത് പൊടിച്ചതൊക്കെ വീഡിയോ പിടിച്ച, പക്ഷേ അത് മൊബൈലിൽ കാണാനില്ല, എവിടെ പോയെന്നറിയില്ല. എന്നിട്ട് ഞാൻ വേറെ ഉണ്ടാക്കുവാണ്. പൊടിച്ച പൊടി ഉണ്ടായിരുന്നു, ഒരു 3 സ്പൂൺ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന ചായയില്ലേ, അത് ഇതിനകത്തേക്ക് ഒഴിക്കുക. തിളപ്പിച്ചാറിയത്. ഇച്ചിരി വെള്ളം കൂടുതലായി നോർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് വേറെ പൊടി ചേർക്കാനുള്ളത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ ഒഴിച്ചത്. വെള്ളത്തിലേക്ക് പൊടി ഇടുവാണെങ്കിൽ ഒരു പ്രയോജനം എന്നാന്ന് വെച്ചാൽ, വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പൊടിയുടെ കട്ടകൾ വേഗം ഉടഞ്ഞോളും. പൊടിക്കകത്തേക്ക് വെള്ളം ഒഴിക്കുന്നേക്കാളും നല്ലത് പൊടി വെള്ളത്തിലേക്ക് ഇടണം കേട്ടോ. എന്ത് പറ്റിയതാണെന്ന് അറിയില്ല. നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ പറ്റാറുണ്ടോ എന്ന് അറിയില്ലല്ലോ. ഉണ്ടായിരിക്കും. എനിക്ക് ഇതിനു മുമ്പ് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഫോണിൽ കാണില്ല, എവിടെ പോകുമെന്ന് അറിയില്ല. ഇതിലേക്ക് ഞാൻ നെല്ലിക്കാപ്പൊടി
2 സ്പൂൺ നെല്ലിക്കാപ്പൊടി ഇട്ടാൽ മതി കേട്ടോ. 2 സ്പൂൺ. എന്നിട്ട് ഇനി ഇതുമായിട്ട് ഇങ്ങനെ യോജിപ്പിക്കുക. നല്ലപോലെ അങ്ങ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊടി വെള്ളത്തിൽ നല്ലപോലെ കുതിർന്ന് കഴിയുമ്പോഴത്തേനും പാകമാവും. ഇനി ഇതിനകത്തേക്ക് ഒരു കൂട്ടം പൊടിയും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ. ഇത് തല തേച്ച് തലമുടി കറക്കുക മാത്രമല്ല, നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും നീളം വയ്ക്കുകയും കട്ടി വയ്ക്കുകയും ഒക്കെ ചെയ്യും. ഇതിലേക്ക് വേറൊരു പൊടി ചേർക്കണത്, ഇത് പച്ചവെള്ളത്തിൽ കലക്കിയാലും മതി കേട്ടോ. ചായ വെള്ളത്തിൽ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ തലമുടിക്ക് നല്ല ഗ്ലേസിങ് കിട്ടും, നല്ല ഗ്രോത്ത് ഉണ്ടാവണം. അങ്ങനെയാണ്. ഇതിലേക്ക് ഒരു നീലയമരിപ്പൊടി 2 സ്പൂൺ. 1 2. ഇതും ഇതിനകത്തേക്ക് നല്ല പോലെ അങ്ങ് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർക്കണം എന്തിനാന്ന് വെച്ചാൽ ആ മുടിയിലേക്ക് നല്ല പോലെ കളറ് പിടിക്കാനാണ്. ആ കളറൊന്ന് മുടിയെന്ന് പോകാതിരിക്കും. ഇതുണ്ടാക്കി അരമണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് വേണം കേട്ടോ തലയിൽ തേക്കാൻ. എന്ന് വെച്ചാൽ ആ പൊടി നല്ലപോലെ കുതിർന്ന് വന്നെങ്കിൽ അരമണിക്കൂർ ആവണം. ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ കൂടെ ചേർന്നെങ്കിലും പൊടിയിലേക്ക് വെള്ളം പിടിക്കണമെങ്കിൽ അരമണിക്കൂറാവും. പേസ്റ്റ് രൂപത്തിൽ. ഒരു കെമിക്കലും ചേർന്നിട്ടില്ല. ഏറ്റവും നാച്ചുറലായിട്ടുള്ള കെമിക്കലില്ലാത്ത നല്ല ഡൈ ആണ്. ഈ ഡൈ തേച്ചിട്ടുണ്ടെങ്കിൽ തലമുടി കറക്കുക മാത്രമല്ല, നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാകും, നീളം വയ്ക്കും, കട്ടി ഉണ്ടാകും, നല്ല ഗ്ലേസിങ്ങും ഉണ്ടാകും, നല്ല തിളക്കം എന്ന് പറഞ്ഞാൽ മുടി നല്ല തിളങ്ങി ഷാമ്പു തേച്ച പോലെ ബ്യൂട്ടി പാർലറിൽ പോലെ ഇരിക്കും. അതിനാണ് പറയണത് ഇങ്ങനെ തേക്കാൻ കേട്ടോ. ഇതിങ്ങനെ ആ ചിരട്ടക്കരി പൊടിച്ച് കൂടുതൽ വെച്ചിട്ട് ഈ പൊടി മേടിച്ച് വെച്ചിരുന്ന പെട്ടെന്ന് തന്നെ കലക്കി തലയിൽ തേക്കാം. തലയിൽ തേച്ച് 1 മണിക്കൂറിന് ശേഷം, അതായത് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കളയുള്ളൂ. കഴുകി കളയുമ്പോൾ ആദ്യം ഈ ചായവെള്ളം ഉണ്ടാക്കിയതിൻ്റെ മിച്ചം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഇത് കുറച്ചുണ്ടാക്കിയതുകൊണ്ടല്ലേ, ഇച്ചിരി കൂടുതലുണ്ടാക്കിയിട്ട് ആ വെള്ളം ഉപയോഗിച്ച് ആദ്യം തലമുടി കഴുകി കളയുക. അത് കഴിഞ്ഞിട്ട് നല്ല വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ ആ മുടിക്ക് നല്ല ഗ്ലേസിങ് ഉണ്ടാവും, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഫീൽ ചെയ്യും നമുക്ക്. അത് തേച്ച് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇത് 1 മാസം വരെ തലയ്ക്ക് നല്ല കളറും കിട്ടും കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. ഉപയോഗിച്ച് നോക്കിയിട്ട് വേണം കേട്ടോ കമൻറ്റ് ഇടാനായിട്ട്. അന്നേരം നമുക്ക് മനസ്സിലാവുള്ളൂ പറഞ്ഞത് ശരിയാണോ എന്ന് മനസ്സിലാവുള്ളൂ. ഇത്ര നല്ല കട്ട കറുപ്പിൽ എവിടെ കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.